എല്ലാവർക്കും അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സൈക്കോളജിസ്റ്റും അതേപോലെ തന്നെ ക്വാണ്ടം ഹീലറുമായിട്ടുള്ള എം ശ്രീനിവാസൻ സാറാണ്. സാർ നമസ്തേ. നമസ്കാരം സാറ്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് എപ്പിസോഡുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആളുകൾക്ക് എന്താണ് ഈ മൊഡാലിറ്റി എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇന്നും എനർജി ഹീലിംഗ് എന്ന് പറയുമ്പോൾ റേക്കി, പ്രാണിക് ഹീലിംഗ് ഇത്തരത്തിലുള്ള മൊഡാലിറ്റികളാണ് ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. എന്താണ് ഇതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ക്വാണ്ടം ഹീലിംഗ് എന്ന് പറയുന്നൊരു മെത്തഡോളജി, അല്ലെങ്കിൽ അതെന്താണ് ചെയ്യുന്നത്? ക്വാണ്ടം ഹീലിംഗ് ഒരു എനർജി ഹീലിംഗ് മെത്തേഡായിട്ടാണ് പൊതുവേ ആ ഗ്രൂപ്പിൽ വരുന്നതാണെങ്കിൽ പോലും നല്ലൊരു രീതിയിൽ വ്യത്യാസമുണ്ട്. ഇത് ക്വാണ്ടം സയൻസ് ഉണ്ടല്ലോ, ക്വാണ്ടം ഫിസിക്സ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2025 ഫിസിക്സിൻ്റെ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ക്വാണ്ടം ഫിസിക്സിനാണ്. അതിൽ ടണലിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തം നടത്തിയതിന് 3 സയൻറ്റിസ്റ്റുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ക്വാണ്ടം സയൻസിൻ്റെ അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സിൻ്റെ തിയറീസ് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഓൾറെഡി ഉപയോഗിക്കപ്പെടുന്നുണ്ട്, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ലോകത്താകമാനം അതിൻ്റെ രീതിയിൽ ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും അതിനനുസരിച്ചുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ക്വാണ്ടം ഫിസിക്സിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് തന്നെ സയൻറ്റിസ്റ്റുകൾക്ക് മാത്രമല്ല, ഹീലേഴ്സിനും സൈക്കോളജിസ്റ്റുകൾക്കൊക്കെ തന്നെ അതിൽ നിന്ന് പല കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. കാരണം ഇത് അങ്ങനെ പ്രത്യേക ഒരു വിഭാഗത്തിന് മാത്രം റിസർവ് ചെയ്തിട്ടുള്ളൊരു ഫീൽഡൊന്നുമല്ല. ഇതിന് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് വേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, ക്വാണ്ടം കമ്പ്യൂട്ടിങ് എന്നതിലൊക്കെ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സും ലാബൊക്കെ ആവശ്യമാണ്. എന്നാൽ ആ തിയറി അപ്ലൈ ചെയ്ത് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു വലിയ മേഖലയാണ്. അപ്പോൾ അതിൽ ക്വാണ്ടം ഹീലിംഗ് ആ രീതിയിൽ അതേ തിയറീസ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹീലിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം ഹീലിംഗ് എന്നുള്ള രീതിയിൽ അത് പല രീതിയിൽ ഉപയോഗിക്കുന്നതിൽ ഒരു ആസ്പെക്റ്റാണ് ഈ ഹീലിംഗ് എന്ന് പറയുന്നത്.